പേര് അഭിജിത്ത് എന്നാണ്. ഞാനാണ് ഈ കുരുക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ഷൻ നിർവഹിച്ചിട്ടുള്ളത്. കുരുക്ക് എന്ന് പറയുന്ന സിനിമ ഏകദേശം തിരുവനന്തപുരം സർക്കിളിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിൽ വരുന്ന ഒരു സസ്പെൻസ് ത്രില്ലറായിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ കുരുക്ക് എന്ന് പറയുന്നത്. അതിൽ പ്രധാന വേഷം അഭിനയിച്ചിട്ടുള്ളത് അനിൽ ആൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടറാണ്. പിന്നെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മുടെ ബാലചേട്ടനെ പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, ബാലചേട്ടൻ എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ മീര നായർ, മീരയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ക്യാരക്ടർ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ശ്രീജിത്ത്, നമ്മുടെ സഹപ്രവർത്തകരും ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോറി എഴുതുന്ന സമയത്ത് നമ്മളുടെ ചിന്തയിലുണ്ടാകുന്നത് വലിയ താരങ്ങൾ വെച്ചിട്ടാണ് എല്ലാവരും ആലോചിക്കും പോലെ ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 3-4 വർഷമായിട്ട് ഈ സ്ക്രിപ്റ്റുമായിട്ട് ട്രൈ ചെയ്തുകൊണ്ട് നടക്കുവാണ്. അപ്പം വലിയ താരങ്ങളെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുഞ്ഞു താരങ്ങളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഞാൻ മമ്മൂക്കയുടെ മാനേജറായിട്ടുള്ള ജോർജ് ഏട്ടനെ കാണാനായിട്ട് സാധിച്ചു. ജോർജ് ഏട്ടൻ സബ്ജക്റ്റ് സംസാരിച്ചു. അപ്പോൾ ആ ഒരു കോവിഡ് ടൈമിലായിരുന്നു ആ ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിയുടെ ഒരുപാട് പടങ്ങൾ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമും അതുപോലെ ചെയ്യുന്നതിന് കുറച്ച് കാലതാമസം വരികയും അത്രയും വലിയൊരു ഫണ്ടേഴ്സിനെ എനിക്ക് ഈ പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തായിരുന്നു ആക്ച്വലി. അപ്പോഴും ഈ പറഞ്ഞ വിശ്വസനീയത വലിയ കുറവായിരുന്നു ഈ പറയുമ്പോൾ. ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നത് ഞാൻ അത്രയും ഷുവറായിട്ട് ഞാൻ പുള്ളിയെ പോയി കണ്ടതുകൊണ്ടാണ്. അപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു വേദിയിൽ അത് പറയാൻ പറ്റില്ല. പക്ഷേ പ്രൊഡ്യൂസേഴ്സ് അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് വലിയൊരു വിഷമമായിട്ട് എനിക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഉണ്ണി മുകുന്ദൻ, അതുപോലെ അമിത് ചക്കാലക്കൽ, അങ്ങനെ വരുന്ന ആർട്ടിസ്റ്റുകളെ, മെയിൻ ലീഡ് ആർട്ടിസ്റ്റുകളെ കണ്ടു. അപ്പം പല രീതിയിൽ ബഡ്ജറ്റിൻ്റെയും അതുപോലെ സമയത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് മാറിപ്പോയത്. പക്ഷേ എനിക്കൊരു ടൈം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അത്ര സേഫായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഒന്നുകിൽ സിനിമയിൽ നിൽക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഒരു ജോലി തേടി പോവുക എന്നുള്ളൊരു ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ടൈം പീരീഡ് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലിയിൽ നിന്ന്. ഇന്ന ടൈമിനകത്ത് നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ചേച്ചി ദുബായിലാണ്, അപ്പോൾ ചേച്ചി പറഞ്ഞ് അങ്ങോട്ട് കയറി വരിക, നമ്മൾ അവിടെ നിന്നിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് സുഖമായിട്ട് നമുക്ക് സിനിമ ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും നാൾ കൊണ്ട് നേടിയെടുത്ത ആ കോൺടാക്ട്സ് എല്ലാം ആ ഒരു ടൈമിനുള്ളിൽ നഷ്ടപ്പെടും. ചില മിക്ക ആൾക്കാരും സിനിമയിൽ ഇല്ലാതെ വരും. അപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ശ്രീരാജ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതുപോലെ നമ്മൾ കാര്യങ്ങളായിട്ട് നടന്നതായിരുന്നു. പക്ഷേ ഫാമിലി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അതുപോലെ പല ആൾക്കാരും ചിലപ്പോൾ ഫീൽഡിൽ ഇനി അങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുകയും എന്തോ ഭാഗ്യത്തിനാണ് ഞാൻ ഈ പറയുമ്പോൾ അതിനുവേണ്ടി അവസാന നിമിഷം ട്രൈ ചെയ്തു. എൻ്റെ ആ ഒരു ടൈം പീരീഡ് തീരാൻ 1 മാസമുള്ള സമയത്താണ് എൻ്റെ ഈ പ്രോജക്റ്റ് ഓണായി കിട്ടിയത്. അപ്പം അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ പറയാൻ പറ്റി, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. ഒരുപാട് നമ്മൾ ചെയ്തു വരുന്ന സിനിമകളിലെ കഥാപാത്രം പോലൊരു കഥാപാത്രം, പിന്നെ ഇച്ചിരി പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, DGP ആണ് എന്നുള്ളതാണ്. പിന്നെ എന്നെ അതിനെ അട്രാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മോഡലിലുള്ള ഒരു പടം ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് ചുരുങ്ങിയൊരു ബഡ്ജറ്റിൽ കയ്യിലുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ അഭിജിത്ത് എടുത്ത ഒരു സാഹസം എന്ന് പറയുന്നത്, അതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹസം എന്ന് പറയുമ്പോൾ അതിന് നമ്മളെ ക്ഷണിക്കുകയും, അപ്പോൾ തീർച്ചയായിട്ടും ക്ഷണം എവിടെ വന്നാലും ഓടിച്ചാടി പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഞാൻ കഥാപാത്രത്തിൻ്റെ ഡെപ്തോ ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ല. പക്ഷെ ഈ ഒരു പുതിയ ഒരു സംവിധായകൻ, അദ്ദേഹം അവിടെ ചെന്നപ്പോഴും അസോസിയേറ്റ് സുഹാസാണ് എന്നെ വിളിച്ചിട്ട്, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ അവർ വന്ന് അവിടെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് വളരെ ഗംഭീരമായിട്ട് മേക്ക് ചെയ്യാനുള്ള ഒരു ആർജവം, അതായത് ഉള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട്, ഉള്ള പരിമിതികൾ വെച്ചിട്ട് വളരെ നന്നായി അത് ചെയ്യാനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് ഞാൻ കണ്ടത്. ക്യാമറമാൻ ആയാലും ഡയറക്ടർ ആയാലും അസിസ്റ്റന്റ് ക്രൂസ് ആയാലും എല്ലാവരും സിനിമയോട് ഭയങ്കര പാഷനുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ. അതുപോലെ അനിലിനെ ഞാൻ ഇതിനു മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവരുടെ ഒരു ആർജവം കണ്ടപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ടീമിൻ്റെ ഒരു ഭാഗമായി. പിന്നെ ഒരുപാട് സിനിമകൾ നമ്മളിപ്പം ഇന്നത്തെ കാലത്ത് മലവെള്ളപ്പാച്ചിൽ പോലെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം സിനിമകൾ വരുന്നു, സിനിമകൾ എടുക്കുന്നു, പല സിനിമകളും റിലീസ് പോലും ചെയ്യപ്പെടാതെ എത്രയോ സിനിമകൾ, നമ്മൾ അഭിനയിച്ച ചില സിനിമകളൊക്കെ റിലീസ് പോലും ചെയ്തിട്ടില്ല, ചില സിനിമകൾ പകുതി വെച്ച് മുടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധിക്കിടയിൽ ഈ സിനിമ കംപ്ലീറ്റ് ചെയ്തു. ഉടനെ തന്നെ ഡബ്ബിങ്ങിന് ക്ഷണിച്ചു, ഡബ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു, ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു. ഇപ്പോൾ പ്രസ് മീറ്റ് നമ്മൾ റിലീസ് ജൂലൈ 5-ാം തീയതി റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണം. ഒരു അവകാശവാദങ്ങളും ഇല്ല. ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, ഒരുപാട് സിനിമകൾ
കണ്ട് 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 വളരെ എന്താ പറയണ വളരെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിപ്പോൾ. അവർക്ക് ഒരുപാട് വെറൈറ്റി ചോയ്സസ് ഉണ്ട്, OTT അത് ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ നമ്മളൊരു സിനിമ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സിനിമ വന്നതായിട്ട് എല്ലാവരും അറിയിക്കേണ്ട ബാധ്യതയും ചുമതലയും നമുക്കുണ്ട്. സിനിമയുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു മലയാളി സമൂഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ കണ്ടന്റ് നല്ലതാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് അറിയാം. പക്ഷെ കണ്ടന്റ് നല്ലതാണെന്ന് അറിയാൻ വേണ്ടി തിയേറ്ററിലേക്ക് എല്ലാവരും എത്തിച്ചെല്ലണം. അപ്പോൾ കുരുക്ക് എന്ന് പറയുന്ന നമ്മുടെ സിനിമ ഒരു കുരുക്കുകളുമില്ലാതെ നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരോട് പറയുക, അതിനെ വിജയിപ്പിക്കുക. ഒരു പുതിയ ഒരു സിനിമാ സംവിധായകൻ കൂടി മലയാള സിനിമയ്ക്ക് അങ്ങനെ ലഭിക്കും. വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യാനുള്ള ഒരു ആർജവർക്കുണ്ടാകും. എന്നെ ഈ പടത്തിൽ ക്ഷണിച്ചതിനും ഇങ്ങനൊരു പ്രസ് മീറ്റിൽ നിങ്ങളെല്ലാവരും കാണാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷം. ഇതെന്റെ മൂന്നാമത്തെ നായകനായ സിനിമയാണ്. ആദ്യത്തെ സിനിമ പപ്പ എന്നുള്ള സിനിമയായിരുന്നു. അത് പൂർണ്ണമായും ന്യൂസിലാൻഡിൽ ചിത്രീകരിച്ച ഒരു ഫാമിലി ഡ്രാമയായിരുന്നു. അത് കഴിഞ്ഞ വർഷം ഇവിടെ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. വളരെ കുറച്ച് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നായകവേഷം ചെയ്ത് അതേഴ്സ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവിയിലായിരുന്നു. അത് റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ കൊമേഴ്സ്യലി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു കൊമേഴ്സ്യൽ ഫ്ലിക്ക് എന്ന് പറയുന്നത് കുരുക്കാണ്. അപ്പൊ എന്ത് തോന്നിയെന്ന് വെച്ചാൽ, ഞാൻ അഭിജിത്ത് തന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ നായകനായിട്ടാണ് വിളിക്കുന്നത്. ഒരു ദിവസം രാവിലെ എനിക്കൊരു വോയിസ് മെസ്സേജ് വരാണ്, എന്നിട്ട് ഏതാണ് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ 1-2 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസ് വേഷങ്ങൾ തന്നെയാണ്. ഷാജുൻ കരീം സാറിന്റെ മൃദുഭാവനയുടെ രാജ്ബിഷയ്ക്ക് അഭിനയിച്ച രുദ്രം, അതിലൊക്കെ പോലീസ് വേഷങ്ങൾ തന്നെയാണ്. അപ്പൊ അഭിജിത്തിനോട് ചോദിച്ചു, ഇനി പോലീസ് വേഷം കിട്ടിയാൽ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോയ്സ് എടുക്കാൻ പറ്റാവുന്ന ഒരു സ്റ്റേജ് അല്ല. എനിക്ക് കിട്ടുന്ന ചാൻസ് എല്ലാം കയറി അഭിനയിച്ച് ഞാൻ എസ്റ്റാബ്ലിഷ് ആവേണ്ട ഒരു അപ്കമിങ് സ്റ്റേജിലാണ്. അപ്പൊ എനിക്ക് കിട്ടുന്നതെല്ലാം ചെയ്തേ പറ്റും. അപ്പൊ അഭിജിത്തിനോട് പറഞ്ഞ് ഞാനൊരു സിനോപ്സിസ് അയച്ചു തരാൻ കേട്ടോ. 14 പേജ് ഉണ്ട്. എനിക്ക് 14 പേജ് ഇപ്പോൾ സിനോപ്സിസ് ഇതുവരെ കിട്ടിയിട്ടില്ല. 3, 4, 5 പേജ് മാക്സിമം. ആ സിനോപ്സിസ് ഞാൻ ഒറ്റയിരിപ്പിൽ വായിച്ചു തീർത്തു. അപ്പൊ അതിനകത്ത് എന്നെ ഹുക്ക് ചെയ്തിരുന്നത് CI സാജൻ ഫിലിപ്പ് എന്നുള്ള മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ ഞാനാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അഭിജിത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സിനോപ്സിസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, അത് നല്ല സ്റ്റാർട്ട് മിഡ് എൻഡ്, അതിനകത്തൊരു ടോട്ടൽ സ്റ്റോറി എനിക്ക് കൃത്യമായിട്ട് കിട്ടി, ഏതാണ് ക്യാരക്ടർ എന്ന് വെച്ചു. അപ്പൊ അഭിജിത്ത് പറഞ്ഞു, ഒരു ചെറിയ ക്യാരക്ടറാണ് ചെയ്യുമെന്ന് വെച്ചു. ചെറുതോ എന്തോന്ന് ക്യാരക്ടറിന്റെ പേര് പറയുന്നത്. അപ്പൊ അഭിജിത്ത് പറഞ്ഞു CI സാജൻ ഫിലിപ്പാണ്. അവിടെയാണ് എൻ്റെ എക്സൈറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാണ് എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റും. അപ്പോൾ പ്രൊഡ്യൂസറും മറ്റുള്ളവരും കൂടി അടുത്ത ആഴ്ച എറണാകുളത്തേക്ക് വരുന്നത്. എൻ്റെ വീട് ചാലക്കുടിയാണ്. അപ്പോൾ അവിടെ വെച്ച് വായിക്കാൻ തുടങ്ങി. അപ്പൊ എൻ്റെ ചിന്ത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരാഴ്ചയാകുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മാറും. കാരണം സിനിമയാണ്, പല ചർച്ചകൾ നടക്കുന്നുണ്ടാവാം. അപ്പൊ ഇതെനിക്ക് വിട്ട് കളയാൻ പറ്റില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയാൻ വിടാൻ പാടില്ല. അപ്പൊ ഞാൻ അഭിജിത്തിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരണമെങ്കിൽ ഇന്ന് ഞാൻ അങ്ങോട്ട് കയറി വരാം. അന്ന് രാത്രി ഞാൻ കയറി പിറ്റേ ദിവസം രാവിലെ ഇവിടെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻസിലേക്ക് പോകാനുണ്ടായി. അപ്പൊ എന്ത് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെയുള്ള ഒരു ആക്ടറുടെ, ഒരു അപ്കമിങ് ആക്ടറുടെ, എസ്റ്റാബ്ലിഷ്ഡ് ആവാത്ത ഒരു ആക്ടർക്ക് കിട്ടാവുന്ന ഒരു ജാക്ക് പോട്ട് തന്നെയാണ്. കാരണം ഒരു പോലീസ് സ്റ്റോറിയിൽ ഒരു പോലീസ് ലീഡ് റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, പിന്നെ ഈ സ്ക്രിപ്റ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അഭിജിത്തിൻ്റെ ടീമിൽ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഇതിൽ വർക്ക് ചെയ്തിരുന്ന ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഹാസ് അശോകൻ, അദ്ദേഹം ഒത്തിരി എല്ലാ സൂപ്പർ സ്റ്റാറുകളിലും കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അവർ തന്നിട്ടുള്ള ഒരു സ്പേസ്, ഫ്രീഡം, കംഫർട്ട് ഒക്കെ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ, കൺവിൻസിങ് അല്ലാതെ ഒരു സീൻ പോലും ഇതിൽ പോയിട്ടില്ല മുന്നോട്ട്. അതുപോലെ റിജിൻ സാൻഡോ DOP, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻസും ഒരു കമ്മിറ്റ്മെന്റും എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്യിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സ്ക്രീനിന് മുമ്പ് അഭിനയിക്കും, പ്രത്യേകിച്ച് ഞാനൊക്കെ അപ്കമിങ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പൊ നമുക്ക് പലതും ചോദിച്ചു വാങ്ങാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിലോ അല്ലെങ്കിൽ ടൈം വേണമെങ്കിലോ, പക്ഷെ ഇവരത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വളരെ ഫിസിക്കലിയും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളൊരു പ്രീ ക്ലൈമാക്സ് ഏരിയയിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോകുന്ന ഒരു ലെങ്തി ഷോട്ട് ഉണ്ടാവില്ല, സിംഗിൾ ഷോട്ടാണ്. അപ്പോൾ അത് ഇത്ര വിടുത്തുള്ള ഒരു സ്റ്റെയർ കേസ് കയറുന്നത് ഞാനും എൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ശ്രീജിത്തും ഞങ്ങൾ പാരലായിട്ട് നടന്നു പോകുന്ന റീജിയൻ ബാക്ക്വേർഡ്സ് ഇങ്ങനെ പോവാണ് ക്യാമറ പിടിച്ചിട്ട്. അതെന്തോ നമുക്ക് ആകെ ഒരു 7:45 നമ്മളെ ഷോട്ട് തുടങ്ങുന്നത്. 9:30 ആകുമ്പോഴേക്കും നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. ഏകദേശം ഒരു 1.5 മിനിറ്റിലധികം ഉണ്ട് അല്ലേ ആ ഷോട്ട്. അത് ഫസ്റ്റ് ഷോട്ട് തന്നെ നമുക്ക് ഓക്കെ ആവും, ഫസ്റ്റ് ടേക്ക് തന്നെ. കാരണം നമ്മളെല്ലാവരും ബൈ ഹാർട്ട് ആയിരുന്നു ഡയലോഗ്സ്. നോർമലി ഞാൻ പ്രോംപ്റ്റിങ് താല്പര്യപ്പെടാത്ത ഒരാളാണ്. പ്രോംപ്റ്റിങ്ങിൽ വേറൊരാളുടെ പേസും ഒരു മൂഡും വോയിസ് മോഡുലേഷനൊക്കെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ തുടക്കം മുതൽ ഞാൻ തന്നെയാണ് ബൈ ഹാർട്ട് ചെയ്യാറ്. അപ്പൊ അതിന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. കാരണം ഇവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഇയാൾക്ക് അധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളല്ലേ,
ഇദ്ദേഹം അങ്ങനെ പോയി കഴിഞ്ഞാൽ ടൈം കൂടുതൽ എടുക്കും. പക്ഷെ ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് അവർക്ക് ക്ലിയർ ആയി. റെജിന ആ സമയത്തൊക്കെ നമ്മൾ ഏകദേശം ഒരു ഹാർഡ്ലി 1 hour ഉണ്ടായിട്ടുള്ളൂ നമുക്ക് അത്ര ലെങ്തി ഷോട്ട് എടുക്കാനൊക്കെ. അതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസും കൂടിയാണ്. കാരണം നമ്മൾ ഒരു ലീഡ് റോൾ ചെയ്യുക, ഈ ക്യാരക്ടർ തന്നെ ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല, ഒരു ഹീറോയിസം കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ. അദ്ദേഹം വളരെ ഷാർപ്പാണ്. അത് പല ഇൻവെസ്റ്റിഗേഷന്റെ പല ഏരിയകളിലും ഡെഡ് എൻഡിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ അവിടുന്ന് അദ്ദേഹത്തിന്റെ അസംഷൻസ് ഒക്കെ വെച്ച് പുതിയ വഴികളിലൂടെ യാത്ര ചെയ്ത് കേസ് തെളിയിക്കുന്ന ഒരു കഥാപാത്രം. അപ്പോൾ അഭിജിത്ത് എന്നോട് ഈ സ്ക്രിപ്റ്റ് പറഞ്ഞ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ മമ്മൂക്കയാണ് ആദ്യം ട്രൈ ചെയ്തിരുന്നത്, പിന്നെ മറ്റു പല സ്റ്റാറുകളും ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ എനിക്കുള്ളതായിരിക്കാം. പിന്നെ നമ്മുടെ ഷാജി പൊന്നലാൽ, നിഷ പ്രൊഡക്ഷൻസിന്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം കടപ്പാടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹം സിനിമയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്യുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആവാത്തൊരു നടനെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞു ഡയറക്ടർ തീരുമാനിച്ചതിന് ശേഷമാണല്ലോ നടന്നെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹം എടുത്ത ആ റിസ്ക് ആണ് ഞങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞങ്ങളതിന് മാക്സിമം ഞങ്ങളുടെ എഫേർട്ട്, ഞങ്ങളെല്ലാവരും ഓൾ ടീം മെമ്പേഴ്സ്, കാസ്റ്റ് ആൻഡ് ക്രൂ, എല്ലാവരും അവർക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയോട് നീതി പുലർത്തിയിട്ടുണ്ട്, മാക്സിമം ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. എൻ്റെ കരിയറിന്റെ ചിലപ്പോൾ ഒരു ന്യൂ ഫേസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ഷെയർ ചെയ്തിരുന്നത് ന്യൂ ഫേസ് ഓഫ് മൈ ഡ്രീംസ് എന്നാണ്. അപ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നു, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, നിങ്ങളൊരു മുൻവിധിയോടെ ഈ സിനിമയെ കാണും. കാരണം നേരത്തെ ബാലാജി ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു സിനിമ വലുതോ ചെറുതോ നല്ലതോ ചീത്തയാകുന്നത് പ്രേക്ഷകർക്ക് കണ്ടു കഴിയുന്നത്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ നിങ്ങളെ തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യാവുന്ന മുഖങ്ങളില്ലായിരിക്കാം ഇതിൻ്റെ പോസ്റ്ററിൽ, പക്ഷേ നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, ക്രാഫ്റ്റ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ വന്ന് പടം കാണുക. സിനിമയിൽ എത്തിയത് ഞങ്ങളുടെ ഡിറക്ഷൻ ടീമിലുള്ള സുഹാസേട്ടനും അനൂപേട്ടനും ഒക്കെ വഴിയാണ് ഞാൻ സിനിമയിൽ എത്തുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ ഫുൾ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തത്. അതുകൊണ്ട് ഞാനും എത്തിയത് ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. എന്നോട് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസത്തിൽ ഞാൻ ജോയിൻ ചെയ്യായിരുന്നു. ജോൺ എന്ന് പറഞ്ഞ കോമഡിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ ചെറിയൊരു റോളാണ്. അഭിധനുഷ നമുക്ക് ചോദിക്കാനെല്ലാം ഭയങ്കര മടിയായിരുന്നു, അത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ ചേട്ടാ നിങ്ങൾ വിളി എന്നുള്ളതാണ്. പിന്നെ എനിക്കിത് ചോദിക്കണം, മമ്മൂട്ടിനെ കണ്ടതുള്ളത് എന്നല്ലേ ആദ്യം നമ്മുടെ അടുത്ത് പറയുമ്പോഴും ഞാൻ സിനിമയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അഭിധനെ സുബിൻദാർസം വഴിയാണ് ആദ്യം നമ്മൾ കമ്പനി ആവുന്നത്. അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം അപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഫിലിം ഇങ്ങനെ മമ്മൂട്ടിനെയൊക്കെ വെച്ച് പോയാണ്. അപ്പൊ ഞാൻ ചുമ്മാ ഇരിക്കുന്നത്, ഞാൻ ഓട്ടം ശരി എന്നാണ്. പക്ഷെ അത് ഉള്ളത് തന്നെയായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് ഒക്കെ പറയാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി സാധനമൊക്കെ ഉള്ള ഒരാളാണ്, തലയൊക്കെ ഉള്ള ആളന്ന്. മറ്റേ മുടിയൊക്കെ വളർത്തിയിട്ട് വേറെ ലുക്കായിരുന്നു. ഇപ്പോഴാണ് മുടിയൊക്കെ വിട്ട് സിനിമയുടെ ഡയറക്ടർ ആയപ്പോഴാണ് ഇങ്ങനെ ആയിരുന്നു. അതൊരു വേറെ ലുക്കായിരുന്നു. അപ്പം ഒട്ടും ഞാൻ പ്രതീക്ഷിക്കില്ല പുള്ളി ഇങ്ങനെയൊക്കെ വന്ന് ചുമ്മാ മമ്മൂട്ടി ഇതൊക്കെ വലിയ വലിയ നടന്മാരെ പേരൊക്കെ പറയുള്ളൂ. അപ്പൊ ഞാൻ വന്നിട്ട് ചുമ്മാ നല്ലോണം ഇരിക്കുന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് ഇങ്ങനെ നമ്മളൊരു ദിവസം ഞാനും ഇങ്ങനെ കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഒരു സിനിമ ഉണ്ട്, കഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ തലയൊക്കെ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ പിന്നെ കുറെ സംശയങ്ങൾ ചോദിച്ചു. കാരണം നമ്മൾ റീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാമറ സൈഡ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ചെയ്യുമ്പോഴും എനിക്കൊരു 60% എനിക്ക് അതിനെ കുറിച്ചൊരു നോളജ് വേണമെന്നുള്ളതാണ്. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ജസ്റ്റ് നമ്മൾ നോർമൽ എഴുതി വെക്കുന്നവരെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അഭിതനോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ കറക്റ്റ് കാര്യം പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി തലയുള്ള ഒരാളാണെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ കാടലോടകം അതല്ല, ആ ഒരു ജേണലല്ല. അപ്പൊ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു 3 സീനല്ല കേട്ടോ, 3 സീനുള്ള ഒരു ചെറിയ റോളാണ്. അത് അഭിതടം പറഞ്ഞ് 3 സീനുള്ളെങ്കിൽ എന്റെ 30 ദിവസം വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെറുതെ ഇരുത്തിട്ട് പറഞ്ഞു, ഇതാണ് പുള്ളിയുടെ പേര്. പിന്നെ നമ്മളെ കൂട്ടുകാരനായതുകൊണ്ട് അങ്ങനെ മുതലെടുക്കുന്നതാണെന്ന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. നമ്മളവിടെ വന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെല്ലാവരും നമ്മളെ ഫ്രണ്ട്ലി മൈൻഡഡ് സമയമെല്ലാം അടിപൊളിയായിട്ട് പോകും. അങ്ങനെ മിനി ആടലോടകം എന്നല്ല, അത് വേറെ ആൾക്കാരുടെ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ആ ഒരു മേഖലയാണ്, റീലായിട്ട് ബന്ധമില്ല. എൻ്റെ 4ാമത്തെ പടം ഇത്. പക്ഷേ തിയേറ്ററിൽ വരുന്ന എൻ്റെ ഫസ്റ്റ് പടം ഇത്. പിന്നെ എന്നെ വിശ്വസിച്ച് DOP ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നത് അഭിജിത്ത് ചേട്ടനാണ്. അതെല്ലാം വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം എന്നെ ട്രസ്റ്റ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമാറ്റോഗ്രാഫി ഏറ്റവും വേണ്ടപ്പെട്ടതും ഏറ്റവും നിർണായകവുമായ ഒരു സംഭവമാണ്. അത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച അഭിജിത്ത് ചേട്ടനും ടീമിനും എന്നെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്ത
ഒരു ഫാമിലി ആയിട്ട് ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ആണോ എന്ന് പറഞ്ഞത് നിൽക്കാതെ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഈ കുരുക്ക് എന്ന് പറയുന്ന ഫുൾ ഫാമിലിക്കും എൻ്റെ വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ പേര് ദീക്ഷ എന്നാണ്. ഞാനിതിലൊരു സോങ്ങും പടത്തിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അഭിജിത്ത് ഏട്ടൻ എന്നെ വിശ്വസിച്ച് ഈ പടം തന്നതിൽ തന്നെ ഭയങ്കര സന്തോഷമുണ്ട്. സോ എനിക്ക് വർഷങ്ങളായിട്ട് അഭിജിത്ത് ഏട്ടനെ അറിയാം. ഒരു ഏകദേശം ഒരു 10 വർഷം കൊണ്ട് അഭിജിത്ത് ഏട്ടനെ നന്നായിട്ട് അറിയാം. ആ സമയം തൊട്ടും ചേട്ടൻ്റെ സ്ട്രഗിളിനെ പറ്റിയും കൂടെ നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ടീം സർക്കിളിലുള്ള ഒരാളാണ്. അപ്പം എത്രത്തോളം സ്ട്രഗിൾ എടുത്താണ് അഭിജിത്ത് ഏട്ടൻ ഈ പടം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് അടിപൊളിയാവട്ടെ, സക്സസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ടീം ക്രൂ ഒരുപാട് പേര് ഇതിൽ നേരത്തെ സംസാരിച്ച അനീഷ് ആയിരുന്നാലും സച്ചു ആയിരുന്നാലും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമ്മൾ ടീം സർക്കിൾ അഭിജിത്തേട്ടൻ ഉൾപ്പെടുത്തിയതിൽ തന്നെ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ അനിലേട്ടൻ്റെ ആക്ടിങ് ഞാൻ 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് അനിലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അനിലേട്ടൻ്റെ ഫസ്റ്റ് പടമല്ലേ, അല്ല നായകനായിട്ട് രണ്ടാമത്തെ പടം. സോ അപ്പോൾ എല്ലാവരും പുള്ളിക്കാരനും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.